കണ്ണൂർ വിഷൻ മിർ ഫിലിം അവാർഡുകൾ വിതരണം ചെയ്തു. സംവിധായകൻ രഞ്ജിത്ത്, നടന്മാരായ നിവിൻ പോളി, സുരാജ് വെഞ്ഞാറമൂട്, കലാഭവൻ, ഷാജോൺ, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയ താരനിര അവാർഡുകൾ ഏറ്റുവാങ്ങി. അവാർഡ് നിശ്ചയിലെ താരത്തിളക്കവും ചടുല നൃത്തവും മാസ്മരിക ഈണങ്ങളും പ്രേക്ഷകർ നെഞ്ചിലേറ്റി. കണ്ണൂർ ഇതുവരെ കാണാത്ത ദൃശ്യവിരുന്നാണ് കണ്ണൂർ വിഷൻ മിർ ഫിലിം അവാർഡ് താരനിശ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. മികച്ച നടൻ, നടി എന്നിങ്ങനെ 20 വിഭാഗങ്ങളിലായി അവാർഡുകൾ വിതരണം ചെയ്തു. മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ട രഞ്ജിത്ത് PK ശ്രീമതി MPയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി. വർത്തകന്മാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന, നിയമങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു കാലത്ത് എന്തിന് KTN കോട്ടൂർ എഴുത്തും ജീവിതവും എന്ന നോവൽ സിനിമയാക്കുന്നു? അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ എന്ന ഫിലിം മേക്കറിന്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. മികച്ച നടൻ നിവിൻ പോളി, നടി മീന, മികച്ച വില്ലൻ കലാഭവൻ ഷാജോൺ, ഹാസ്യതാരം അജു വർഗീസ്, മികച്ച ബാലതാരം എസ്തർ അനിൽ, മികച്ച ഗായികയായി മൃദുല വാര്യർ, ഗായകൻ സച്ചിൻ വാര്യർ, സ്വഭാവ നടിയായി ശ്വേതാ മേനോൻ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. പ്രൈഡ് ഓഫ് മലബാർ വിഭാഗത്തിൽ കാവ്യ മാധവൻ അവാർഡ് ഏറ്റുവാങ്ങി. ഞാനിങ്ങനെ അമ്മേന്റെ അടുത്ത് തമാശക്ക് പറഞ്ഞു, ചിലപ്പോൾ സിനിമ ചെയ്യാത്തതിന് തരുന്ന അവാർഡായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് ദിവസം മുന്നെയാണ് പ്രൈഡ് ഓഫ് മലബാർ എന്ന് പറയുന്ന അവാർഡാണ് എനിക്കിന്ന്. അപ്പൊ അത് കുറെ കൂടി സ്പെഷ്യൽ അവാർഡാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എന്റെ നാട്ടിൽ തന്നെ കിട്ടുമ്പോൾ ആദ്യമായിട്ടാണ് എനിക്കൊരു നടൻ എന്ന രീതിയിൽ ഒരു അവാർഡ് ലഭിക്കുന്നത്. അതിന് കണ്ണൂർ വിഷൻ ചാനലിനും സ്മാർട്ട് സെക്കും നന്ദി പറയുന്നു, മിർ ഫിലിംസിനും നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ആൻഡ് സ്മാർട്ട് ഗ്രൂപ്പ്സ് ആൻഡ് കണ്ണൂർ വിഷൻ, താങ്ക് യു സോ മച്ച് ഫോർ ദ റെക്കഗ്നിഷൻ. And I'm really glad. Thank you very much. നാട്ടിൽ വെച്ച് ഒരു അവാർഡ് വാങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിന് കണ്ണൂർ വിഷനോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവാർഡ് മേടിക്കാൻ കഴിഞ്ഞതിന് ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. അതിന് എൻ്റെ ഡയറക്ടർ, എൻ്റെ പ്രിയ സുഹൃത്ത് ജിത്തു ജോസഫ് എന്ന ഫിലിം മേക്കറിനോടുള്ള എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കണ്ണൂർ വെച്ചൊരു അവാർഡ് നൈറ്റിൽ ഇങ്ങനൊരു അവാർഡ്, അതും പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് വന്നൊരു സിനിമയ്ക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് വേദിയിൽ നിൽക്കാൻ സാധിച്ചത്. അതിനാദ്യം തന്നെ കണ്ണൂർ വിഷൻ ആൻഡ് സ്മാർട്ട്സ് അവതരിപ്പിക്കുന്ന മിർ ഫിലിം അവാർഡ്സിന് ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് സ്നേഹം ഉള്ളിൽ ഉള്ള കണ്ണൂരുകാരുടെ മുന്നിൽ ഈ ഒരു അവാർഡ് വാങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ദിസ് വാസ് എ സർപ്രൈസ്. ഞാൻ കണ്ണൂർ വിഷന് നന്ദി പറയാണ്, ഇവിടുത്തെ എല്ലാം പ്രേക്ഷകർക്ക് നന്ദി പറയാണ്. ഇവിടുത്തെ നാട്ടുകാരുടെ കഥ പറഞ്ഞ തട്ടത്തും മറയത്തിൽ നിന്നാണ് എൻ്റെ ഒരു മേജർ സോങ് ആദ്യം ഉണ്ടായത്. അപ്പം അതിന് നിങ്ങൾക്കൊരു വലിയ നന്ദി. ആ പാട്ട് സപ്പോർട്ട് ചെയ്തതിനും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കൂടെ വന്നതിനും താങ്ക് യു സോ മച്ച്. നൃത്ത സംഗീത വിരുന്നുകൊണ്ട് സമ്പുഷ്ടമായിരുന്നു അവാർഡ് നൈറ്റ്. താരങ്ങളായ രമ്യ നമ്പീശൻ, ലക്ഷ്മി ഗോപാലസ്വാമി, മുക്ത തുടങ്ങിയവർ നൃത്തവിസ്മയം തീർത്തപ്പോൾ രമേശ് പിഷാരടിയും കോമഡി സ്കിറ്റുകൾ കൊണ്ട് പ്രേക്ഷകരെ രസിപ്പിച്ചു. നാളെ രാവിലത്തേക്ക് കടല നനച്ചോ നീ? കടലോ? കടൽ എന്തിനാ നനയ്ക്കുന്നത്? കടലല്ല, കടല. പുട്ടിന്റെ കൂട്ടത്തിൽ കഴിക്കുന്ന ആട്ടിൻകാട്ടം പോലെയുള്ള സാധനം. ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്ന കുട്ടിയാ. അവന് ആട്ടിൻകാട്ടം ഏതാ കൂർക്ക ഏതാന്നൊന്നും അറിയില്ല. റിയാലിറ്റി ഷോകളുടെ ജീവൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന രഞ്ജിനി ഹരിദാസാണ് അവാർഡ് നിശ്ചയുടെ അവതാരികയായി എത്തിയത്. ജനപ്രിയ സീരിയൽ താരങ്ങളായ വിനോദ് കോവൂർ, ശരത്, വരദ, മുക്ത തുടങ്ങിയവരും താരനിശയിൽ അണിനിരുന്നു. ദുബായ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നടന്ന താരനിശകളുടെ സൗണ്ട് ലൈറ്റ് സംവിധാനമാണ് ഫിലിം അവാർഡിനായി ഇവിടെയും ഒരുക്കിയത്. 1/4 നൂറ്റാണ്ടിന് ശേഷം കണ്ണൂരിൽ നടന്ന ഫിലിം അവാർഡ് അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകർ നെഞ്ചോട് ചേർക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.